കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ ഇപ്പൊ ചൈതന്യഹാനി എങ്ങനെ വരുത്തണം എന്നുള്ളതിനെ സാന്നിധ്യം, അതായത് ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ ദേശദേവതയിൽ അചഞ്ചലമായ ശ്രദ്ധാഭക്തി പവിത്രതയോടുകൂടിയ വിശ്വാസത്തോടുകൂടി എത്തുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ സഹകരണവും അവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഒരു ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുക. അതുകൊണ്ട് ആ ശ്രദ്ധാഭക്തി പവിത്രതകൾക്ക് കുറവ് വരുത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ കൃത്യമായ പഠിച്ചിട്ടാണ് അവർ പ്രയോഗത്തിൽ വരുത്തുന്നത്. ഇപ്പോൾ പണ്ട് കാലത്ത് ഒരു അമ്പലം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്നോ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവരുടെ പഴയ സ്ലോഗനുകളെ പറ്റി പറയാറുണ്ട്. ആം, ഒരു ഒരു അന്ധവിശ്വാസമാണ് ക്ഷേത്രാചാരം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ അടുത്ത കാലത്ത് എന്തുകൊണ്ട് ഇത്രയും ക്ഷേത്രങ്ങളുടെ ഉപദേശക സമിതി സ്ഥാനത്തിന് വേണ്ടിയിട്ട് അതിൽ അംഗത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി, ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി തന്നെ നിർദ്ദേശിച്ച പ്രകാരം ഓരോ സ്ഥലങ്ങളും പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം അവരവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, ഈ സംഘപ്രസ്ഥാനത്തിൽപ്പെട്ടവർ ക്ഷേത്ര ഉപദേശക സമിതിയിൽ വരികയും അല്ലെങ്കിൽ അങ്ങനെ ക്ഷേത്രത്തിന്റെ നേതൃത്വ ഗണത്തിലേക്ക് അവരെത്തുമ്പോൾ ക്ഷേത്രങ്ങൾ പുഷ്ടിപ്പെടുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് ഐക്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർ ശരിക്കും ഈ ക്ഷേത്രഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് പിടിച്ചടക്കി കഴിയുമ്പോൾ അവരുടെ അജണ്ട എന്ന് വെച്ചാൽ വീണ്ടും അവർ ഭിന്നിച്ച് ഫലിപ്പിക്കുക എന്നൊരു പരിപാടിയിലേക്ക് അവർ മാറും. അവര് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാര് ക്ഷേത്ര കമ്മിറ്റിയിൽ കയറിയിട്ടുണ്ടോ അവിടെയൊക്കെ, ഇപ്പൊ ഞാൻ അമ്പലങ്ങളിൽ ദേവപ്രശ്നം വെക്കാൻ പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന മാതിരിയുള്ള ആൾക്കാർ ഉള്ള ചുമതലയിലുള്ള സ്ഥലങ്ങൾ വരെ എനിക്കറിയാം. ആ സ്ഥലങ്ങളിൽ അബദ്ധവശാൽ ഞാൻ സ്വയംസേവനാണെന്ന് അറിയാത്തത് കൊണ്ട് പല ദൂര സ്ഥലങ്ങളിലും അവർ വിളിച്ച് ദേവപ്രശ്നത്തിന് പോകുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ പ്രൊഫഷൻ എന്നുള്ള നിലയിലായതുകൊണ്ട് ആര് വിളിച്ചാലും നമ്മൾ പോകും. പക്ഷെ അവിടെ പോകുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, കുളിച്ചാൽ ഒരു കുറി തൊടണം എന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തി വരെ ക്ഷേത്ര കമ്മിറ്റിയിൽ ക്ഷേത്ര സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ദേവപ്രശ്നത്തിന്റെ ഇടയിൽ ചോദിക്കുകയും ചെയ്തു, കുളിച്ചാൽ ഒന്ന് തൊടാത്തവനെ കണ്ടാൽ ഒന്ന് കുളിക്കണമെന്നാണ്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഒരു കുറി പോലും തൊട്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ എന്റെ ആദർശം അനുസരിച്ച് ഞാൻ അങ്ങനെ തൊടില്ല. അപ്പൊ കൂടെ ഇരുന്നവരാ പറയുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാര് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് വരുമ്പോൾ വിശ്വാസമില്ലാത്ത ആള് നേതൃത്വം കൊടുക്കുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ഗതി എന്താണ് എന്നുള്ളത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അധപ്പതിപ്പിക്കുക, ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഭാരതത്തെ വിഭജിച്ച് ഭരിച്ചതുപോലെ ഈ ക്ഷേത്രങ്ങള് കൂടുതലും പിടിച്ചടക്കിയതിന് ശേഷം ക്രമേണ ഹൈന്ദവ ഐക്യം തകർക്കുക എന്നൊരു ഉദ്ദേശത്തിൽ, കാരണം ഹൈന്ദവ ഐക്യം കഴിഞ്ഞ ഒരു 60 വർഷം കൊണ്ട് കേരളത്തില് വരുന്നുണ്ട്. നമ്മുടെ ഈ സംസ്കാരത്തിനകത്ത് വന്നിട്ടുള്ള ചെറിയ ചെറിയ പദഭ്രംശങ്ങളെയൊക്കെ നേരെയാക്കി നമ്മുടെ തന്നെ ആചാര്യന്മാര് ഇടപെട്ട്, നാരായണ ഗുരുദേവനാവട്ടെ, ചട്ടമ്പി സ്വാമി ആവട്ടെ, എല്ലാവരും, എല്ലാ നവോത്ഥാന നായകന്മാരെന്ന് പറയുന്ന ആത്മീയാചാര്യന്മാര് ഇടപെട്ടത് പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലാനുസൃതമായി പരിഹരിക്കേണ്ടത് ഇപ്പൊ മാധവജിയെ പോലുള്ള സംഘത്തിന്റെ പ്രചാരകന്മാര് ക്ഷേത്ര സംരക്ഷണ സമിതി, തന്ത്രവിദ്യാപീഠം അടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥാപിച്ചും ഏതൊക്കെ മേഖലയിലാണോ ഹിന്ദുവിന്റെ ശ്രേയസ്സിന് വേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് അതാത് കാലത്ത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോസസ്സാണ്, അത് ഓൺഗോയിങ് ആണ്, അത് നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ എങ്ങനെയൊക്കെ തുരങ്കം വെക്കാമോ അത് കൃത്യമായി പഠിച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എന്താ പറയണ്ടേ, ഹിന്ദു സമാജത്തിലെ ബാക്കി എല്ലാവരും അത്രത്തോളം അത് അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ട് അല്ല പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് മൊത്തത്തിൽ ഹിന്ദു സമാജത്തിന്റെ ഒരു ന്യൂനതയാണ്. എല്ലാ കാലത്തും നല്ലൊരു നേതൃനിര ഹിന്ദു സമാജത്തിന് ഉണ്ട് എന്നുള്ള കാരണത്താൽ ഇതിങ്ങനെ അങ്ങ് ഉരുണ്ടു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള അജണ്ടയാണ് അവർക്ക്. ആ അജണ്ട എന്ന് പറയുന്നത് വേറൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു സംഭവത്തെ പൊളിക്കണമെങ്കിൽ പുറമേ നിന്ന് അതിനെ പൊളിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് വരുത്താൻ കഴിയുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് അത് അവർക്കൊരിക്കലും പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് അവർക്കുണ്ട്. ക്ഷേത്രാചാരങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും എനിക്ക് നേരിട്ടറിയാം, തന്ത്രിമാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തന്ത്രിമാർ നിഷ്കർഷിക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ എങ്ങനെ ആ ക്ഷേത്രത്തെ നശിപ്പിക്കാം എന്നുള്ളതിൽ ഗവേഷണം ചെയ്യുന്ന കമ്മിറ്റിക്കാരുണ്ട്, ഇടതുപക്ഷം നയിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. അതൊന്നും നമുക്ക് പബ്ലിക് സ്പേസിൽ പറയാൻ പറ്റാത്ത അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ്. അത് ആ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ ചെയ്യുന്ന ചില പരിപാടികൾ ഓരോ ക്ഷേത്രത്തിന്റെയും വരുമാനം അനുസരിച്ചിട്ട് ആണ് പല നമ്മൾ റേഷൻ കടയിൽ സാധനം കൊടുക്കുന്ന പോലെയാണ് ഓരോ ക്ഷേത്രത്തിലേക്കും ചില അളവുകൾ പറയുന്നുണ്ട്. ആ അളവിലാണ് ആ ക്ഷേത്രത്തിലേക്ക് ദ്രവ്യങ്ങൾ എത്തുന്നത്. പല ക്ഷേത്രത്തിലെയും ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെയും ശാന്തിക്കാര് ആ സ്ഥലത്തുള്ള ഭക്തജനങ്ങളിൽ നിന്ന് എണ്ണയും
മറ്റു വസ്തുക്കളും ശേഖരിച്ച് ക്ഷേത്രം നടത്തി കൊണ്ടുപോകുന്ന ക്ഷേത്രങ്ങളുണ്ട്. അത് ഈ പെറ്റി ദേവസ്വമോ മൈനർ ദേവസ്വമോ അല്ല, മേജർ ക്ഷേത്രങ്ങളിൽ പോലും അങ്ങനെ സംവിധാനം വരികയാണ്. ഇപ്പം ഉപദേശക സമിതി പല സ്ഥലങ്ങളിലും ഉത്സവം നടത്തുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും നിത്യകർമ്മങ്ങളിൽ പോലും വളരെയധികം ബുദ്ധിമുട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടുത്തെ ശാന്തിക്കാരൻ എഫക്റ്റീവ് ആണ് എങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും ഭക്തരിൽ നിന്ന് ഈ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് ക്ഷേത്രം നടത്തിക്കൊണ്ടുപോവുകയാണ്. ഇവരാരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറുമില്ല. അങ്ങനെ ഒരുപാട് പരാധീനതകൾ ഇവർ കാരണം ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറുതെ അവർ ചെയ്യുന്നതല്ല, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ്. ധനം മാത്രമാണ് ക്ഷേത്രം എന്നുള്ള നിലയിൽ അവർക്ക് ലക്ഷ്യം. പല സ്ഥലങ്ങളിലും എന്താ പറയണ്ടേ, ഈ കണക്കുകൾ വ്യക്തമല്ല. അവര് ഈ ധനത്തെ അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ള സാഹചര്യം വരെയുണ്ട്. അപ്പൊ അത് ഒരു പരിധി വരെ ദേവസ്വം ബോർഡും ഈ സബ് ഗ്രൂപ്പ് ഓഫീസർമാരും ഒക്കെ അടക്കം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഭക്തജനങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും വേണ്ടുവണ്ണം ഇടപെടുന്നുണ്ടോ അല്ലെങ്കിൽ അറിയുന്നുണ്ടോ? ഇടപെടുന്ന കാര്യം പോട്ടെ, ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തത് കൊണ്ട് അവിടെ നടക്കുന്ന ചില കാര്യങ്ങളെ പറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് സമ്പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാമോ, വിവരം ലഭ്യമാക്കുന്നതിൽ എങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്യാമോ, കോടതി ചോദിക്കുന്നതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് സർക്കാരും ബോർഡുകളും. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളുടെയും പിന്നാലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എന്തുമാത്രം ലക്ഷങ്ങളുടെ എന്നല്ല കോടികളുടെ അഴിമതിയാണ് ഓരോ സ്ഥലത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ചെറിയൊരു അമ്പലം അന്തിത്തിരി കത്തിക്കാൻ വരുമാനമില്ലാത്തൊരു അമ്പലമാണ് എങ്കിൽ അത് പിടിച്ചടക്കാൻ വേണ്ടി ഈ പറയുന്ന സഖാക്കൾ ആരും അവിടേക്ക് വരാറുമില്ല. അത്തരം സ്ഥലങ്ങളിൽ സാധാരണ ആൾക്കാർ അല്ലെങ്കിൽ സ്വയം സേവരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഒരുവിധം വരുമാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് എങ്ങനെയാണോ ക്ഷേത്രം പിടിച്ചടക്കുന്നത്, അതുപോലെ പ്രൈവറ്റ് ദേവസ്വങ്ങളിലേക്ക് ഇവരെന്ത് ചെയ്യുന്നു, കയറി വരാൻ താല്പര്യപ്പെടുന്നു. അവരുടെ ലക്ഷ്യം ക്ഷേത്ര ഉദ്ധാരണമൊന്നും അല്ല, അവർക്ക് ആ ക്ഷേത്രത്തിലെ ഫണ്ട് വിനിയോഗത്തിനുള്ള അധികാരം അവർക്ക് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അനാവശ്യ ധൂർത്തുകൾ ക്ഷേത്രത്തിന്റെ ധനം എടുത്ത് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ട് അതായത് ആ ധനം ചെലവാകുന്ന ഉത്സവ സംബന്ധിയായിട്ടായാലും ധനം ചെലവാകുന്ന മാർഗത്തിൽ അതിന്റെ ഗുണഭോക്താക്കളാവുക. നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ പാർട്ടിയുമായി ബന്ധമുള്ളവരാവുക. എന്തിന് ഒരു പന്തല് കെട്ടിന് പോലും, ഉത്സവത്തിന് ഒരു പന്തല് കെട്ടാവട്ടെ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കലാവട്ടെ, എന്ത് കാര്യത്തിലും അതിന്റെ എന്താ പറയണ്ടേ ഗുണഭോക്താവ് അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമാവുക. ഈവൻ അത് കൊടുത്തതിനു ശേഷം അതിന്റെ കമ്മീഷൻ പറ്റുക. നമ്മൾ പഞ്ചായത്തിലെ മെമ്പർമാർ 10% കമ്മീഷൻ വാങ്ങുന്നത് മാതിരി 10-20% ഒരു വർക്കിന്റെ കമ്മീഷൻ പിടിക്കുക. അങ്ങനെയൊക്കെ നടക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അതീതമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കേവലം അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് പോകുക എന്നതിനപ്പുറം അവിടുത്തെ ഈ ഭരണകാര്യങ്ങളിലൊക്കെ മാറി നിൽക്കാതെ അതെല്ലാം ഇടപെടുകയും അതിലൊക്കെ നമ്മൾ ശ്രദ്ധ എത്തിയില്ല എങ്കിൽ ഒരു വർഷം എത്ര കോടിയുടെ നഷ്ടമാണ് ഹിന്ദുവിന്റെ പണം നഷ്ടപ്പെടും എന്നുള്ളതിന്റെ ഒരു കണക്കിനെ പറ്റിയും ഹിന്ദുവിന് യാതൊരു ബോധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവരുടെ അജണ്ട ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ക്ഷേത്രപരമായ ഈ ഭരണപരമായ കാര്യങ്ങളിൽ പോലും വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ടില്ല എങ്കിൽ ഈ ധനക്ഷയം എന്ന് പറയുന്ന ഫലത്തിന് അതിന് യാതൊരു എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിയന്ത്രണം വരുത്താനും സമാജത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ അനുഭവം ഇങ്ങനെ പല സ്ഥലങ്ങളിലെയും നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.